ഇത് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വീണ് കിട്ടിയ ഒരവസരമായി ഉപയോഗപ്പെടുത്തിയതാണോ അവസരമുണ്ടാക്കിയതാണോ എന്നൊരു സംശയം ഉയർന്നു വന്നിട്ടുണ്ട്. കാരണം പരിസരവാസികളായ ആളുകൾ പോയത് രാവിലെ അവിടെ അത്തരം ഒരു ഫെൻസിങ് ഇല്ലായിരുന്നു എന്നാണ്. വൈകുന്നേരമാകുമ്പോഴേക്കാണ് അവിടെ കിട്ടിയത്. മറ്റൊരു ഒരു സുഹൃത്ത് അവിടെ നിന്ന് പറയുന്നത് വീട്ടുകാരൻ അറിയില്ല, ഉടമസ്ഥൻ അറിയില്ല. അപ്പോൾ ഇതാര് ചെയ്തു, എങ്ങനെ ചെയ്തു, എന്ത് ചെയ്തു, എന്തായിരുന്നു അവരുടെ ലക്ഷ്യം? അപ്പോൾ അതിനകത്ത് വളരെ വ്യക്തമായ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്നതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ആ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സമഗ്രമായ പരിശോധനയിൽ ഉൾക്കൊള്ളിക്കാനുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കും. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെയെന്ന ഇവിടുത്തെ കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെയും ഏതാനും മാധ്യമങ്ങളുടെയും നിലപാട് അവരിനിയെങ്കിലും ഒന്ന് പുനഃപരിശോധിക്കണം. ഈ ഒരു സംഭവത്തെ തെരഞ്ഞെടുപ്പിനെ മുമ്പിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഗൂഢാലോചന നടത്തിയെന്ന് സംശയിക്കുന്നു എന്നാണ് എല്ലാ ക്ലിപ്പിങ്സും ചോദിച്ചത്. ഞാൻ രാവിലെ പത്രക്കാരി ഇന്നലെ കണ്ടു പറഞ്ഞു, ഞാൻ ആരോപണം ഉന്നയിക്കുകയല്ല എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞതിന് ശേഷം ഇതായിപ്പം ഗൂഢാലോചന. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചവരെല്ലാം തന്നെ ഇത്തരമൊരു രാഷ്ട്രീയ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെന്ന് അവരും പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ കുട്ടി മരിച്ചതിൽ ഈ കുട്ടി അതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എന്തിനാണ് പറഞ്ഞത്, മനഃപൂർവ്വമല്ലാത്ത കൊലപാതകത്തിന് കേസ് എടുത്തിട്ടുണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞത്.